കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ബിജെപി. ഇന്ന് സംസ്ഥാന കാര്യാലയത്തിലേക്കാണ് സ്വീകരണം. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിമാർ നടത്തിയ വികസനത്തെക്കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം വിവാദങ്ങൾ ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ സ്വീകരണത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മലബാർ മേഖലയിൽ നിരവധി സ്വീകരണ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി വൈകിയാണ് അദ്ദേഹം തലസ്ഥാനത്തെത്തിയത്. രാവിലെ 11 മണിക്ക് മാരാർജി ഭവനിലാണ് ബിജെപി സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിക്ക് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതിനു മുൻപായി ബിജെപി ജില്ലാ നേതൃത്വവും കേന്ദ്രമന്ത്രിക്ക് സ്വീകരണം നൽകും. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങൾ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട്. അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വികസനം പിന്നീട് ആരും നടത്തിയിട്ടില്ലെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഏറ്റവും പുതിയ വിവാദം. അൽഫോൺസ് കണ്ണന്താനം, വി മുരളീധരൻ തുടങ്ങിയ മുൻ കേന്ദ്രമന്ത്രിമാരെ സുരേഷ് ഗോപി മനഃപൂർവ്വം എന്തിനൊഴിവാക്കിയെന്ന ചോദ്യമാണ് ഒരു വിഭാഗം ബിജെപി നേതാക്കൾ ഉന്നയിക്കുന്നത്. എന്നാൽ താൻ എന്ത് ചെയ്തുവെന്ന് ജനങ്ങൾക്കറിയാമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോടുള്ള വി മുരളീധരന്റെ മറുപടി. അതുകൊണ്ട് തന്നെ വിവാദത്തിൽ തുടർ പ്രതികരണത്തിന് തയ്യാറാകുമോ, അതിന് സംസ്ഥാന കാര്യാലയം തന്നെ വേദിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണവും രാഷ്ട്രീയ വിവാദം ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേന്ദ്രമന്ത്രിയായുള്ള സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന പ്രചാരണവും ഇതിനിടയിലുണ്ടായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.